നമസ്കാരം. തൃശൂർ പൂരത്തിനെ കുറിച്ചും റിപ്പോർട്ടർ ചാനലിലെ സംഗണി സുജയ പാർവതി ഇന്നലെ പറഞ്ഞ ഒരു പച്ച കള്ളമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി നേരം വെളുത്തു പൊട്ടിയ പൂരം വെടിക്കെട്ട്, അതാണ് നമ്മൾ ഇക്കുറി കണ്ടത്. അതാണോ തൃശ്ശൂരുകാർക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നതാണ് തൃശ്ശൂർ പൂരം. നമ്മളും തത്സമയ സംപ്രേഷണമൊക്കെ കൊടുത്ത് പ്രേക്ഷകരിലേക്ക് അതൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത്രയും നേരം പകൽ മുഴുവൻ പോയ ആ ഗാംഭീര്യം മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ അവസാനം കൊണ്ടുപോയി കുളമാക്കിയത്. അപ്പോൾ പൂരം പ്രതിസന്ധി എന്ന് പറയുന്നത് അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അത് പൂരം കുളമാക്കുകയാണ് ചെയ്തത്. അത് ചെയ്തത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തൃശ്ശൂരുകാർ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേട്ടില്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണത്രേ പൂരത്തിന്റെ വെടിക്കെട്ട് പകൽ നടക്കുന്നുവെന്ന്. പൂരം കുളമാക്കിയത്രേ. അതുകൊണ്ട് ഇത്തവണ ചെമ്പ് ഗോപിക്ക് അനുകൂലമായിട്ട് തൃശ്ശൂർകാർ വോട്ട് ചെയ്യുമത്രേ. ഇരിക്കുന്നത് ഒരു മാധ്യമ സ്റ്റുഡിയോയ്ക്കകത്താണ്. ചെയ്യുന്ന പണി സവർക്കറിസമാണ്, അല്ലെങ്കിൽ ഷൂ വർക്കാണ്. പിന്നെ ഒരു സംഘടിയെ സംബന്ധിച്ച് ഈ തൊലിക്കട്ടി അപാരവും വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ടോ ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ച് തിരുത്താൻ നിന്നിട്ട് കാര്യമില്ല. പക്ഷേ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂരത്തിന്റെ വെടിക്കെട്ട് പകൽ നടന്നതെന്നാണ് പ്രധാന ആരോപണം. ഇനി 2022 മാതൃഭൂമി തന്നെ, കാര്യം ഈ സംഘടനയോടൊപ്പം തന്നെ മാതൃഭൂമിയാണല്ലോ ചെമ്പ് ഗോപിക്ക് വേണ്ടി പൂരത്തിന്റെ പേരും പറഞ്ഞ് വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടു പേർക്കും ഒരു ഉത്തരം അതേ ചാനലിലൂടെ തന്നെ നൽകിയാൽ കുറച്ചുകൂടി വിശ്വാസ്യത ആകുള്ളൂ. 2022 കനത്ത മഴയെ തുടർന്ന് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് മാറ്റിവെച്ചിരുന്നു. ആ വാർത്ത മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംഘടിക്ക് ചിലപ്പോ കുറച്ചുകൂടി കാത് തുറന്ന് കേൾക്കാനും കണ്ണ് തുറന്ന് കാണാനും കഴിയും. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ വർഷത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് മാറ്റിവെച്ചിരിക്കുന്നു. കനത്ത മഴയെ തുടർന്നാണ് വെടിക്കെട്ട് മാറ്റിയത്. ലിഷോയ് ഉണ്ടോ? ലിഷോയ്, മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണോ? നാളെ ഏതെങ്കിലും ഒരു ഉച്ചയ്ക്ക് ശേഷം മറ്റോ പരിഗണിക്കുന്ന രീതിയിലാണോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം? നിലവിൽ വെടിക്കെട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് മാത്രമാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയിട്ടുള്ളത്. അതായത് കനത്ത മഴയാണ് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നത്. തൃശൂർ ഈ സ്വരാജ് റൗണ്ടിനകത്ത്, അതായത് ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലാണ് വെടിക്കെട്ട് നടക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ടായ 3 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത് നാളെ പുലർച്ചെ. എന്നാൽ ഈ സമയം വരെയും തൃശൂർ നഗരത്തിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. തുടർന്ന് വെടിക്കെട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് നിലവിൽ ദേവസ്വങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കേട്ടോ, ആദ്യമായിട്ടാണത്രേ, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതായത് പറയുമ്പോൾ ഒരു ഗുമ്മൊക്കെ വേണമല്ലോ. ആ ഗുമ്മ് കേട്ടുകൊണ്ട് വിശ്വാസികൾ കുറച്ചു പേരെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകണമെങ്കിൽ അങ്ങനെയെങ്കിലും 4 വോട്ട് എന്റെ കോവിയണ്ണന് കിട്ടുമല്ലോ. കോവിയണ്ണൻ ആകുമ്പോഴത്തേക്കും മറ്റേ വല്ലാത്ത രീതിയിൽ ഈ സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ലോലനാണല്ലോ. ആ ലോലന് വേണ്ടി ഞാൻ ഒരു സ്റ്റുഡിയോ ഫ്ലോറിലാണ് ഇരിക്കുന്നതെന്ന ചിന്ത പോലും ഇല്ലാതെ ഇങ്ങനെ നെറുകെട്ട രാഷ്ട്രീയം വിളിച്ച് പുലമ്പാമല്ലോ. അതേ വർഷത്തിൽ തന്നെ ഈ പൂരം മാറ്റിവെച്ചതിന് ശേഷം മെയ് 20 ഈ പൂരം നട്ടുച്ചയ്ക്ക് നടത്തുകയുണ്ടായി. അതായത് നേരത്തെ മാതൃഭൂമി പറഞ്ഞില്ലേ മാറ്റിവെച്ചു എന്നുള്ളത്. മെയ് 20 ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ശേഷം മഴ മാറിയതിനു ശേഷം നട്ടുച്ചയ്ക്ക് പൂരത്തിന്റെ വെടിക്കെട്ട് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതായത് നട്ടുച്ചയ്ക്ക് നടത്തുമ്പോൾ ഇത് പുലർച്ചെ നടത്തി, അതായത് പകൽ വെളിച്ചത്തിൽ നടത്തി എന്നുള്ളതാണ് പ്രശ്നം. നട്ടുച്ചയ്ക്ക് നടത്തിയാൽ അത് പ്രശ്നമല്ല. ആ ദൃശ്യം കൂടി ഒന്ന് കണ്ടേ. കണ്ടല്ലോ, ഇരുട്ടിയൊന്നും അല്ലല്ലോ ഇരിക്കുന്ന. ആ കളർഫുൾ ഒന്നും തോന്നിയില്ലല്ലോ, കൂട്ടിയിട്ടങ്ങ് കത്തിച്ചു. അതാണ് 2022 നടന്നത്. വലിയ വർഷമൊന്നും പുറകോട്ട് പോകണ്ട, ഒരു പൂരത്തിന് പുറകേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തരമായി. ഇനി ഈ വിവരക്കേടിനെ അതേ ഫ്ലോറിലിരുന്ന് ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ അരുൺകുമാർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സംഘടനയെ തിരുത്തുന്നതിനേക്കാൾ നല്ലത് ഒരു കഴുതയ്ക്ക് അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കും. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷമല്ല, കൊടും വിഷമായിട്ടുള്ള സംഘടന അതിന്റെ ഇടയിൽ കയറി ഇടപെട്ടുകൊണ്ട് പറഞ്ഞ വാചകങ്ങളൊന്ന് കേട്ടെ.
കാരണം ഉത്സവം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സാമൂഹികമായ ജനിതക ഘടനയാണ്. എന്ന് പറഞ്ഞാൽ അവരവിടെ ഉത്സവം കാണാൻ വരുന്നത് ആർത്ത് ഉല്ലസിച്ച് പോകാൻ വേണ്ടിയാണ് പൂരത്തിന് വരിക. ആ പൂരത്തിന് വരുന്ന സമയത്ത് ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞത് ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ് തൃശൂർ പൂരം. താങ്കൾ എത്ര പറയാൻ ശ്രമിച്ചാലും ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ്. ക്ഷേത്ര പരിധിക്കുള്ളിൽ, ക്ഷേത്രത്തിനുള്ളിൽ ചടങ്ങുകളോടെ നടക്കുന്നതാണ്. എഴുന്നള്ളത്തടക്കം ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലെ ചടങ്ങുകളാണ് ഡോക്ടർ അരുൺ. അത് എത്ര പറഞ്ഞാലും മതേതരമാകില്ല. അതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ്. അനുവദിക്കൂ. അത് സമയം മാറ്റിവെക്കാൻ പറ്റാത്ത ആചാരങ്ങളൊന്നും നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. വെടിക്കെട്ട് എപ്പോഴാണ് നടന്നത്, എന്നാണ് കോവിഡ് വന്നപ്പോൾ ക്ഷേത്ര ഉത്സവം നടന്നത്, എങ്ങനെയാണ് നടത്തിയത്, ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ്. കോവിഡ് വന്നപ്പോൾ ഇതേ ആഘോഷങ്ങളും ഇതേ ആചാരങ്ങളും മാറ്റമില്ലാതെ അവിടെ തുടർന്നു ഇല്ലല്ലോ. അത് വ്യത്യസ്ത രീതിയിലാണ് നടന്നത്, സിംബോളിക്കായി. അതൊക്കെ മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇങ്ങനൊരു വിഷയം അവിടെ എത്തുമ്പോൾ ആ പൂരപ്രേമികൾ കാണിച്ച വിവേകം അതിനേക്കാൾ വിവേകമുണ്ടെന്ന് ധരിക്കുന്നവർ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടിപ്പോവുക എന്നുള്ളത് ചിലരുടെ ജനിതക ഘടനയിലുണ്ട്. അത് ആരുടെ ജനിതക ഘടനയിലാണുള്ളത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അത് ആ വാചകം എന്നെ കൊണ്ട് ഹിന്ദുവിനെ പറയുമ്പോൾ മാത്രം ഹിന്ദു മാത്രം മതേതരത്വത്തിനായി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുന്നതും ചിലരുടെ ജനിതക ഘടനയിലുള്ളതാണ്. അത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഹിന്ദു മതപ്രഭാഷണത്തിനല്ല. ഹിന്ദു മതപ്രഭാഷകയാവാനും ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ അല്ല. ഞാൻ ആ വിഷയത്തിൽ അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു 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 എന്ന് 100 തവണ പറയേണ്ടതില്ല. ഞാനും ജനിച്ചത് ഹിന്ദുമതത്തിലാണ്, എൻ്റെ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ അവകാശമോ ഹിന്ദുമതത്തിന്റെ പ്രഖ്യാപനമോ നടത്തുന്ന ഒരു വേദിയിലല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ അഭിമാനമായ, ഈ നാടിന്റെ അഭിമാനമായ ഒരു നാഷണൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് വൈകിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ്. അത് അന്വേഷിക്കപ്പെടാതെ പോകരുത്. പക്ഷേ അങ്ങനെ അന്വേഷിക്കപ്പെടാതെ പോകുമ്പോഴും ക്രമസമാധാനം തകരാതെ ആ പൂരം പൂർണ്ണമായും നടത്താൻ അതിനോട് സഹകരിച്ച തൃശ്ശൂരിലെ പൂരപ്രേമികളെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ആ പൂരപ്രേമികൾക്കൊപ്പമാണ് എൻ്റെ നിലപാട്. ആ പൂരപ്രേമികൾക്കുള്ള വിവേകത്തെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് കേരളത്തിന്റെ മാതൃക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ ഇനി ഏത് തരത്തിൽ വന്നാലും ഏത് കൊമ്പൻ എഴുന്നള്ളിയാലും അത് തൃശ്ശൂർക്കാർക്ക് അറിയാം ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ വരുന്നു എന്നുള്ളത്. അത് ഭയന്നുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം ആരും പ്രതികരിക്കാത്തത്. ഇല്ലെങ്കിൽ പല പ്രതിഷേധങ്ങളും അവിടെ ഇപ്പോൾ കണ്ടേനെ. ആ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന്റെ കാരണവും അതാണ്. ഒന്നുകൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ആഘോഷത്തിന് എത്തുന്ന മനുഷ്യരുടെ വിവേകം ആഘോഷം കഴിഞ്ഞു പോകുന്ന സമയത്തും നേതാക്കൾ പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു. രാഷ്ട്രീയമായ ആർക്കും എന്തും തീരുമാനിക്കാം. പക്ഷേ കെ രാജൻ അടക്കമുള്ളവർ അവിടെ കൂടിയാലോചന നടത്താൻ ഉണ്ടായിരുന്നു. സ്ഥലത്ത് എല്ലാ വിഭാഗങ്ങളിലും പെട്ടവരുണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച, വലിയ വീഴ്ച തന്നെയാണ്. അത് ആവർത്തിക്കപ്പെടരുത് എന്നത് തന്നെയാണ് എൻ്റെ ടേക്ക്. കേട്ടില്ലേ? ഹിന്ദു 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 എവിടെ ആയിരിക്കുന്നേ? മാധ്യമ സ്ഥാപനത്തിൽ ചെയ്യുന്ന പണി എന്താ? മാധ്യമ പ്രവർത്തനം. അവിടെ ഇരുന്നു കൊണ്ട് വർഗീയത ഇങ്ങനെ പുലമ്പി വിടുകയാണ്. എങ്ങനെ സാധിക്കുന്നതേ സംഘടി? ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കൊടും വിഷമാണെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ഒരു ചാനൽ ഫ്ലോറിനകത്തിരുന്ന് എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പടുമരമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആ വിഷയത്തിൽ തന്നെ അരുൺകുമാർ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ വന്നത് ഒരു ഹിന്ദു പ്രഭാഷണത്തിലല്ല, ഞാനും ഒരു ഹിന്ദുവാണ്. അതിനുശേഷം അദ്ദേഹം അഭിപ്രായം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ ആ ജനിതകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് അടിമുടി ശ്രമിക്കുന്നവർ, വിശ്വാസത്തെ കച്ചവടമാക്കി അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അതാണ് ഓരോ സംഘീയമെന്ന് തെളിയിക്കുന്നതാണ്. പോരാത്തതിന് അമ്പലം വിഴുങ്ങികളാണ്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരെല്ലാം ഈ അമ്പലങ്ങളെ വിറ്റ് ജീവിക്കുന്നവരാണ്. അമ്പലങ്ങളുടെ സ്വത്ത് കട്ടുമുടിച്ചവരാണ്. അവർ സംഘികൾ എന്ന പേരിൽ, അമ്പലവിശ്വാസികൾ എന്ന പേരിൽ ഇതിന്റെ മറ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം കൂടി നടത്താൻ ശ്രമിക്കുന്നതിന്റെ തെളിവ് കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ. അരുൺകുമാർ പറഞ്ഞതുപോലെ ഞാനും ഒരു ഹിന്ദുവാണ്. 24 മണിക്കൂർ അതുകൊണ്ട് ഹിന്ദു ഹിന്ദു ഹിന്ദു, എവിടെ ഹിന്ദു? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അവിടെ ഹിന്ദു എന്ന് പറയേണ്ട ഒരു ഗതികേടും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇതൊരു മതേതര രാജ്യമാണ്. പ്രത്യേകിച്ച് കേരളം പുരോഗമന കാര്യങ്ങളിലെല്ലാം കൃത്യമായി ചിന്തിക്കുന്ന, ഇടപെടുന്ന, എല്ലാ ഉത്സവങ്ങളെയും ഒറ്റ മനസ്സാലെ ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്നവർ. അവിടെ കയറിയിരുന്നിട്ടാണ് ഈ ഊളത്തരം പറയുന്നത്. എന്തായാലും ഈ വാചകങ്ങളൊക്കെ ജനമൊന്ന് കണ്ടിരിക്കണം. കോപ്പർ ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നെറികെട്ട പ്രവർത്തനങ്ങൾ കണ്ടിരിക്കണം. ആ ഒരു സന്ദർഭത്തിൽ അരുൺകുമാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുകയാണ്. അതായത് ഒരു ഹിന്ദു പ്രഭാഷണം നടത്താനല്ല സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരിക്കുന്നത്, അത് തന്റെ ഉത്തരവാദിത്വമല്ല. ഒരു ഹിന്ദു എന്ന ഐഡന്റിറ്റി വെച്ചുകൊണ്ട് സംസാരിക്കാനും താല്പര്യമില്ല. കാര്യം ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ പക്ഷം പിടിക്കുക എന്ന് പറയുന്നത് നെറുകേടാണ്. പക്ഷം, നിങ്ങൾക്ക് രാഷ്ട്രീയ പക്ഷം ഉണ്ടായിരിക്കാം, പക്ഷേ വർഗീയതയ്ക്ക് വേണ്ടി പക്ഷം പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയും വിശ്വാസത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഊളകളെ ചൂലെടുത്തടിച്ച് പുറത്താക്കേണ്ടതുണ്ടെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്.